അടക്കി വെച്ച ഭാവങ്ങളുടെ സാന്ദ്രതയാണ് മമ്മൂക്കയുടെ മുഖം. കാമുകനായും ഭർത്താവായും ഉന്മാദിയായും ഭൂതാവിഷ്ണായും കോമഡിയായും നമ്മൾ കണ്ടുപരിചയിച്ച ആളൊന്നുമല്ല കളങ്കാവലിലെ മമ്മൂക്ക. കൊല്ലാനുള്ള കൃഷ്ണയുടെ ഉന്മാദം കലർന്ന തുടിപ്പുകളാണ് കാണുന്നത്. ചില ക്ലോസപ്പുകളിൽ അദ്ദേഹത്തിന്റെ കഴുത്ത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഡ്രാക്കുളയെ ഓർമ്മ വരും. ചില നോട്ടങ്ങളിൽ ഒരു കുറുക്കൻ ക്രിമിനലിനെയാണ് ഇങ്ങനെ ഫീൽ ചെയ്യുക. ആ കണ്ണുകളിൽ പല ഭാവങ്ങളല്ല, മൂർച്ച കൂടിയ ക്രൂരത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. സംസാരത്തിലുമുണ്ട് നല്ല മാറ്റങ്ങൾ. പണി അറിയാവുന്ന തച്ചൻ മെനഞ്ഞെടുക്കുന്ന മനോഹര ശില്പം പോലെയാണ് മമ്മൂക്ക തന്നെ കൊത്തിയെടുത്ത് പ്രതിനായകനാക്കിയിരിക്കുന്നത്. മയമില്ലാത്ത ഒരു ഭാവമാണ് വിനായകന്റെ മുഖത്താകെ. ഏതോ കാലത്തുറച്ചുപോയ പാറക്കല്ല് പോലെ തോന്നും ചിലപ്പോൾ നമുക്കത്. സ്വന്തം ശരീരത്തെ നത്ത് എന്ന പോലീസുകാരനാക്കി മാറ്റാൻ വിനായകൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ പണിയുടെ കൂടി റിസൾട്ടാണ് കളങ്കാവൽ എന്ന സിനിമാനുഭവം നമുക്ക് സമ്മാനിക്കും. ഇതിനൊരു അവസാനമല്ലല്ലോ സാറേ. ഈ കഥയ്ക്ക് മറ്റൊരു പശ്ചാത്തലമുണ്ട്. ഒരു യഥാർത്ഥ സൈക്കോപാത്തിന്റെ കഥയാണ് ഈ മൂവിയുടെ ഒരു അടിസ്ഥാനം. സയനൈഡ് മോഹന്റെ കഥ സിനിമയ്ക്ക് ഒരു പ്രചോദനം മാത്രമായിരുന്നു അവർക്ക്. അവിടെ നിന്നും ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് കളങ്കാവൽ.